അശ്വിനിസിലെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്നിപ്പോൾ ഫെബ്രുവരി 28 ശനിയാഴ്ചയാണ്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സർജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫെബ്രുവരി മാത്രമല്ല ജനുവരി മാത്രം അത്യാവശ്യം സർജും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്ന ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഒരു ഓർഡർ വന്നു പോയി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ട്. നമുക്ക് വഴി പറഞ്ഞുതരാം. വീഡിയോയിൽ പോകുന്ന സ്വിഗ്ഗിയിൽക്കാർക്കും ജോയിൻ അത്യാവശ്യം കോൺടാക്ട് ആയപ്പോൾ തന്നെ പോട്രാപ്പ് കോഴിക്കോടും ജോയിൻ ചെയ്യുന്ന അത്യാവശ്യം കോൺടാക്ട് ചെയ്യണോ. നേരെ വീഡിയോയിൽ പോകാം. സംസാരിച്ചിരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടല്ല. സംഭവം എനിക്കൊരു ഓർഡർ വന്ന് ഞാനാണെങ്കിൽ ഡ്രസ്സ് ഇടുന്ന അതേ യൂണിഫോം കാര്യങ്ങളൊക്കെ മാറ്റുന്ന തന്നെ ഫുള്ള് ഞാൻ ഓർഡർ വന്നതിന് ശേഷം മാറ്റുന്നത്. അപ്പോൾ അതിനോടാണ് പിന്നെ അവിടെ ഫുൾ സംസാരിച്ചിരിക്കാണ്ട് വേഗം തന്നെ ഓർഡർ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ. ഓക്കെ, അപ്പോൾ ഓർഡറും കാര്യങ്ങളും വന്നതിന് സമയം ഇപ്പോൾ നോക്കണ ശേഷം 12 മണിയോളായിരുന്നു. 12 മണിക്കാണ് എനിക്ക് എൻ്റെ ആദ്യത്തെ ഓർഡർ ഉണ്ട്. ഞാനാണെങ്കിൽ ഓണാക്കിയത് 11:30-ക്കാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, നോമ്പാണ്, ഓർഡർ കുറവായിരിക്കും. അതിനോട് അത് ഇറങ്ങണോ വേണ്ടയോ എന്നുള്ള 2 മൈൻഡേ പോയി. അതിനോടാണ് പിന്നെ ഞാൻ അന്നാന്ന് ഇറങ്ങിയേക്കുക എന്നുള്ള മൈൻഡിൽ അങ്ങോട്ട് ഇറങ്ങിയത്, അത്രേ ഉള്ളൂ. ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓർഡർ എന്തായാലും വന്നിട്ടുണ്ട്. ഇപ്പോൾ എടുക്കാനുള്ള നേരം മറ്റേ ചിലവരുള്ള സൽക്കാരയിൽ നിന്ന് എടുത്തിട്ട് പോകാനാട്ടോ. ഏകദേശം 53 രൂപ എങ്ങനെന്താ കാണിച്ചെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും കാണിച്ചു തരാം എത്ര രൂപയാണ് ഈ ഓർഡറിന് മുകളിലെങ്കിൽ വന്നിട്ടുള്ളതെന്നൊക്കെ എന്തായാലും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഓർഡർ എടുക്കാണ്ട് ഇപ്പോൾ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നാലും നമ്മൾ പറയുകയാണ്, സ്വിഗ്ഗിയിലേക്ക് ആർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ പോട്രാപ്പ് കോഴിക്കോട് പോട്രാപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കോൺടാക്ട് ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും അങ്ങനെ ഫുള്ള് താഴെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എനിക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാം. എത്തിയിട്ടുണ്ട്, സൽക്കാരയിൽ എത്തിയിട്ടുണ്ട്. ഇത് ലൂസായിട്ടോ ഈ സാധനം ലൂസായിരിക്കുന്നത്. അപ്പോൾ സൽക്കാരിൽ എത്തി ആദ്യം ഇവിടെ ഒന്ന് വെള്ളം നിറയ്ക്കാണ്ട് ഞാൻ വെള്ളം എടുത്തില്ല. വെള്ളം കുറവാണ് ഇവിടെ. വെള്ളം ഉള്ളതുകൊണ്ട് വെള്ളം നിറയ്ക്കുക, ഫുഡ് എടുക്കുക. അപ്പോൾ ഫുഡ് റെഡി ആയിട്ടെന്നാണ് പറയുന്നത്. നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഫുഡ് റെഡി ആയിരുന്നു കേട്ടോ. അതേപോലെ തന്നെ വെള്ളം കാര്യങ്ങളും നിറച്ച് വെച്ചിട്ടുണ്ട്, സെറ്റാക്കി. 2 ലിറ്റർ വെള്ളം വെച്ചിന്. വെള്ളം അല്ലാണ്ട് ആവൂല മക്കളെ. പിന്നെ ഗ്ലാസ് കിട്ടിയിട്ടോ. ഇതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു ഗ്ലാസ്. അപ്പോൾ അതിനോട് വലിയ സീനില്ല. ഓക്കെ, അപ്പോൾ ഇതിന് ഏകദേശം എനിക്ക് 5 കിലോമീറ്ററാണ് ഇവിടുന്ന് പോകാനുള്ളത്. എന്ന് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യണം ആദ്യം. 5 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് പോകാൻ. എന്തായാലും ഈ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഓർഡർ എന്തായാലും പകൽ കുറവായിരിക്കും കേട്ടോ. പക്ഷേ രാത്രി അത്യാവശ്യം ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇന്നലെ ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്നലെ രാത്രി വലിയ ഓർഡറും കാര്യങ്ങളൊന്നും തന്നെ ഉള്ള പറയാമല്ലോ. എന്നിട്ട് ആ ഓർഡറിൽ വരായിട്ട് 9:30 ഞാൻ ഓഫാക്കി പോയത് ഓർഡർ ഇല്ലായിട്ട്. പക്ഷേ രാത്രി ഉണ്ടാവേണ്ടതാണ്. എനിക്കൊന്ന് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇറങ്ങുന്നതുകൊണ്ട് ആണോ എന്നറിയില്ല ഇങ്ങനെ ഓർഡർ കുറവ്. എന്തായാലും സാധാരണ രീതിയിലൊക്കെ ഓർഡർ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ പകൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓർഡർ കുറവായിരിക്കും, താരതമ്യേന കുറവായിരിക്കും. എന്തായാലും നോക്കാം ഇന്നത്തെ അവസ്ഥ എന്താക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇന്നത് കണ്ടറിയാം എന്താണ് അവസ്ഥ. ഓർഡർ ഉണ്ടോ, ഓർഡർ ഇല്ലയോ, അത് കട്ട പോസ്റ്റ് ആണോ, നല്ല ഓർഡർ ഉണ്ടോ, എന്തായാലും കണ്ടറിയാം കേട്ടോ. ഞാൻ അപ്പോൾ ഇതോടെ കുന്നമംഗലം എത്താനായിട്ടുണ്ട്. പക്ഷേ ഞാൻ അപ്പോൾ കസ്റ്റമർ ലൊക്കേഷനിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. ഈ ഏരിയയിൽ എവിടെയോ ആണ് കസ്റ്റമർ ലൊക്കേഷൻ വരുന്നത്. ഇവിടുന്ന് ഒരു 200 മീറ്ററും കൂടെ കാട്ടും. ഇവിടെ സ്ലൈറ്റ് റൈറ്റ് ആണല്ലോ പറയുന്നത്. ആ വഴിയാണ് ഇനി. വെയിൽ കുറച്ച് സീനാട്ടോ ഇവിടെ. അതാണെന്ന് തോന്നുന്നില്ല. വഴി എത്തി ഇതല്ല വഴി. എന്തെന്നാണ് ഈ മാപ്പ് പറയുന്നത്. ഇവിടുന്ന് റൈറ്റ്. നേരത്തെ ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ട് യൂ ടേൺ എടുക്കാൻ പറഞ്ഞ്. ഇവിടെ എത്തിയപ്പോൾ ഉണ്ട് പിന്നെ ഈ റൈറ്റ് പോകാൻ പറയുന്നത്. എന്തല്ലോ പറയുന്നത്. ശരിക്കും മാപ്പിനെ വിശ്വസിച്ച് നമുക്ക് പോകാൻ കഴിയില്ല എവിടെയോ. മാപ്പിനെ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ചോ 8ൻ്റെ പണി കിട്ടും നമുക്ക്. നല്ല മുട്ട പണി കിട്ടും. അപ്പോൾ ഇവിടെയാണ് കസ്റ്റമർ ലൊക്കേഷനായിട്ട് പറയുന്നത്. എന്തായാലും നോക്കട്ടെ. ഇവിടെ ആണല്ലോ. സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്താണോ? ഇവിടെ ഉണ്ടാവില്ല. പറ. കുന്നമംഗലം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ ആദ്യത്തെ ഓർഡർ ഡെലിവറി ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെങ്കിൽ ചെറിയൊരു അടി കിട്ടി. എന്താ വെച്ചാൽ എനിക്ക് 11:57 ഈ ഒരു ഓർഡർ വന്നത്. അപ്പോൾ അതിനോട് എനിക്ക് 20 രൂപ സർജ് കിട്ടിയിട്ടില്ല. 12 മണിക്കാണ് സർജ് ബോണസ് ഉള്ളത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു 3 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഓർഡർ വന്നുകൊണ്ട് 20 രൂപ കൂടെ എക്സ്ട്രാ നമുക്ക് കിട്ടാൻ കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചില്ല.
ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു ഓർഡർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് എൻ്റെ രണ്ടാമത് ഓർഡറും കിട്ടി. രണ്ടാമത് ഓർഡർ കുന്നമംഗലത്തുള്ള മറ്റേ ഒലിവ് ഹോട്ടലിലാണ്. അവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ നോക്കിയില്ല, ഇത് ബാക്കി ഏകദേശം 70 രൂപ ഉണ്ടായില്ലേ, 20 രൂപ സർജ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 50 രൂപയേ ഉള്ളൂ, 20 രൂപ സർജ് അടക്കാണെങ്കിൽ 70 രൂപ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം. ഉള്ള വരവ് സർജും കാര്യങ്ങളും ഉള്ള ടൈമിലാണ് വർക്ക് ചെയ്യാൻ പിന്നെ ഒരു എന്താ പറയുക ഒരു 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 ഇതുണ്ട്. സർജ് ഉണ്ടല്ലോ എന്നുള്ള ഒരു മൈൻഡിൽ നമുക്ക് വർക്ക് ചെയ്യും. പക്ഷെ സർജ് ഒന്നും ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ പട്ടി എന്തൊക്കെ വന്ന പോലെ വർക്ക് ചെയ്ത് തന്നെ ഉണ്ടല്ലോ, വല്ലാത്തൊരു ചടപ്പാണ് സത്യം പറയാം. എനിക്ക് തോന്നുന്നത് എന്തിനാ വർക്ക് ചെയ്യുന്നത്, സർജും ഇല്ല ഒരു തേങ്ങില്ല, പിന്നെ വെറുതെ നമ്മുടെ വെയിലുള്ളൂ ഉള്ളൊരു മൈൻഡ് ആയി പോകും നമുക്ക്. സ്വാഭാവികമാണ്. പക്ഷെ സർജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലോ സെറ്റ് 20 രൂപയെങ്കിൽ 20 രൂപ സർജ്, അടിപൊളി, ആ ഒരു മൈൻഡ് ആക്കി കിട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റിൽ എത്താനായിട്ടുണ്ട്. എനിക്ക് വന്ന് നേരെ NIT ഭാഗത്തേക്കാണ് ഈ ഒരു ഓർഡർ കൊണ്ടേ കൊടുക്കാനുള്ളത്. അപ്പോൾ എന്തായാലും നോക്കാം, എവിടേക്കുള്ളതൊക്കെ എന്തായാലും നമുക്ക് നോക്കാം. നോക്കി വന്നിട്ട് ഫുഡ് റെഡി ആണ് കേട്ടോ. 14:55. ഓക്കെ, അപ്പോൾ ഓർഡർ കിട്ടി. ഇനിയിപ്പോൾ നേരെ എങ്ങോട്ട് പോകുള്ളത്, ഹോസ്റ്റൽ TP പോപ്പർ KM സ്റ്റോർ കട്ടാങ്ങൽ ഭാഗത്തേക്കാണ് ഓർഡർ കൊണ്ടേ കൊടുക്കാനുള്ളത്. ഇവിടുന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ ഉണ്ടാവുമെങ്കിലേ, 6 കിലോമീറ്റർ ഇവിടുന്ന്. ഇപ്പോൾ അവിടെ NIT എത്താനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം എത്ര ദൂരമുണ്ട്, കട്ടാങ്ങലല്ലേ പറഞ്ഞത്, അപ്പോൾ എത്താനായിട്ടുണ്ട് ഏകദേശം. ഞാൻ ഇനി ഇവിടുന്ന് 1 കിലോമീറ്ററും കൂടെ പോകാണ്ട്, 1.3 കിലോമീറ്ററും കൂടെ. അപ്പോൾ ഇത് കൊടുത്തിട്ട് വേണം അടുത്ത ഓർഡർ. ഇവിടുന്ന് എന്നാലും ഓർഡർ കിട്ടാനൊക്കെ ചാൻസ് വളരെ 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 കുറവാട്ടോ. എനിക്കറിയാം ഓർഡർ ഭയങ്കര കിട്ടാനുള്ള ചാൻസ് അങ്ങനെ കുറവാണെന്നുള്ളത്. ഞാൻ റീൽസുള്ള സാധനം എടുത്തോട്ടെ, റീൽസ് എന്തൊക്കെ കഷ്ടപ്പാടാ അറിയോ. മറ്റേ നമ്മളെ മെയിൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ റീൽസുള്ള വീഡിയോ എടുക്കണം, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ ജീവിച്ച് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇനി ഏകദേശം ഒരു 3 കിലോമീറ്ററും കൂടെ പോകാണ്ട് എന്തായാലും നമുക്ക് ഓർഡർ കൊണ്ടേ കൊടുക്കാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ ഞാൻ കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. എവിടെയാണ് ലൊക്കേഷൻ വരുന്നത് കേട്ടോ. എനിക്ക് ഈ ഒരു ഫ്ലാറ്റ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും കസ്റ്റമർ വിളിച്ചു നോക്കാം. ഹലോ, സ്വിഗ്ഗി എന്നാണേ. അവിടെ എത്തിയിട്ടുണ്ട്. KM സ്റ്റോർ ഓപ്പോസിറ്റ് CP അപ്പാർട്ട്മെന്റ് ഇതാണെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിലേതോന്നാണ് CP അപ്പാർട്ട്മെന്റ്, TP അപ്പാർട്ട്മെന്റ് 4th ഫ്ലോർ ഓപ്പോസിറ്റ്. TP അപ്പാർട്ട്മെന്റ് ഇതാണ് 4th ഫ്ലോറൊന്നും കാണാനില്ലല്ലോ. TP അപ്പാർട്ട്മെന്റ് ഇതാണോ? TP അപ്പാർട്ട്മെന്റ് ഏതാ? ഇതാ. ഓക്കെ, അപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ.